ബംഗ്ലാദേശിൽ നടക്കുന്ന ആ ഒരു വലിയ സംഘർഷത്തിൽ ഹിന്ദു ഭവനങ്ങൾ കൊള്ളയടിക്കുകയും ഏതാണ്ട് 300-ലധികം വീടുകൾ കൊള്ളയടിക്കുകയും തകർക്കുകയും ചെയ്തിരിക്കുന്നു. അത്തരത്തിൽ ഉള്ള നീക്കത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ത്യയിൽ പലയിടത്തും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് മുൻപിൽ ഹിന്ദു ജാഗരണ മഞ്ച് പ്രകടനം നടത്തി. ഒപ്പം തന്നെ അനവധി വീടുകൾ അവിടെ തകർക്കപ്പെട്ടുവെന്ന് ഹിന്ദു ബുദ്ധ ക്രൈസ്തവ യൂണിറ്റി കൗൺസിൽ പറയുകയുണ്ടായി. ഈ പ്രതിഷേധത്തിൽ അനവധി മറ്റു വിഭാഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. ക്രൈസ്തവർ ഉൾപ്പെടെയുള്ളവരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം അവിടെ ആക്രമിക്കപ്പെടുന്നത് ഹിന്ദുക്കൾ മാത്രമല്ല, ബുദ്ധരെയും ഒപ്പം തന്നെ ക്രൈസ്തവരും ഒക്കെ ആക്രമിക്കപ്പെടുന്നുണ്ട്. 170 ദശലക്ഷമാണ് ബംഗ്ലാദേശിൻ്റെ ജനസംഖ്യ. അതിൽ തന്നെ 8% ഹിന്ദുക്കളാണ്. ആ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് കൊള്ളയടിക്കുന്നത്. അതായത് കൊലപാതകം, കൊള്ള എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. അതിനെതിരെ രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ വലിയ പ്രതിഷേധ പ്രകടനങ്ങൾ അലയടിക്കുന്നു. ഇതിനെ പോലീസ് വളരെ ജാഗ്രതയോടുകൂടിയാണ് നോക്കിക്കാണുന്നത്. കാരണം ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ ഒരു വയലൻസിലേക്ക് മാറുമോ, ഇല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്ക് മാറുമോ എന്ന് പോലീസ് ഉറ്റ് നോക്കുകയും ജാഗ്രത പാലിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.